വലിയ ഭീതിയിലാണ് ഈ ഇവിടുത്തെ ആളുകൾ ഇനിയും ഇവിടെ കഴിയേണ്ടി വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മണ്ണിടിഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഭീകരത അത് ഈ ദൃശ്യങ്ങളിൽ ഈ ഒരു സമയത്തെ അന്തരീക്ഷത്തിൽ പ്രകടമാണോ എന്നുള്ളത് മനസ്സിലാകില്ല. പക്ഷേ ഈ മണ്ണിടിഞ്ഞിരിക്കുന്നതിന്റെ അളവ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 വീട് പൂർണ്ണമായിട്ടും മണ്ണിനടിയിൽ പോയി, മണ്ണിനടിയിൽ അകപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. നമ്മൾ ഈ വീടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ബിജുവിന്റെയും സന്ധ്യയുടെയും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ വീടിന്റെയും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വീടുകളൊക്കെ ഈ മണ്ണിനടിയിലേക്ക് ആയിരിക്കുന്ന അവസ്ഥ കൂടി മറ്റവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 6 വീടുകൾ ഈ പ്രദേശത്ത് ഏകദേശം പൂർണ്ണമായും മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റു വീടുകളുമുണ്ട്. ഇതിങ്ങനെ ചേർന്ന് ഏകദേശം 50ഓളം വീടുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിന് തൊട്ട് മുകളിലായി കാണുന്നതാണ് ഈ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി, പുതിയതായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രാദേശിക ലേഖകനാണ് നമ്മൾക്കൊപ്പം ചേരുന്ന അലൻ. ശരിക്കും ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്? ശരിക്കും ഇന്നലെ രാത്രി ഒരു 9:30-10 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരം തൊട്ട് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രസിഡന്റും വാർഡ് മെമ്പർ കൂടിയാണ് ഇവിടുന്ന് ആളുകളെ മാറ്റാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ റവന്യൂ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ബില്ല് ഓഫീസർ മാത്രമാണ്, ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ മേഖലയിൽ പ്രശ്നമുണ്ടെന്നും ഇന്നലെ രാവിലെ തന്നെ ഇവിടെ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു, വിണ്ട് വന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും NH പോയതാണ്. പക്ഷെ അവർ യാതൊരു നടപടി അതിന് സ്വീകരിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ നേരത്തെ ഇത് പറയാമായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് ഓഫീസിനെയും കഴിയാറാവുന്ന സമയത്താണ് പഞ്ചായത്തിലേക്ക് 2 ലെറ്റർ വരുന്നത്. ആ ലെറ്ററിനകത്ത് പറഞ്ഞത് ഇത്രയും 25 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്ന ലെറ്ററാണ് ഇന്നലെ വൈകിട്ട് വരുന്നത്. അതിനുശേഷം കൃത്യമായി അപ്പം തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം ബീച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളെ അവർ തൊട്ടടുത്ത് അവർ തറവാടാണ് മേളിൽ കാണുന്നത്, അവരപ്പോൾ അങ്ങോട്ട് മാറും എന്നാണ് പറഞ്ഞത്. അവരങ്ങോട്ട് മാറിയതുമാണ്. പക്ഷെ അവരൊന്ന് സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങൾ എടുക്കാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ താഴെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നു. പിന്നെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം നമുക്ക് ബീച്ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോൾ എത്ര വീടുകൾ നിലവിൽ ഈ മണ്ണിനടിയിലുണ്ട്? അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 3 വീടുകൾക്ക് മുകളിലാണ്. ഇത് മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പം 8ഓളം വീടുകളിലാണ് ഈ മൊത്തം മണ്ണ് കയറി പോയേക്കുന്നത്. ഈ 8ഓളം വീടുകളിൽ മണ്ണ് കയറി പോയത് മേളിൽ ഏറ്റവും മേളിലുണ്ടായിരുന്ന വീടുണ്ടായിരുന്നു. അതിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ച വീടുള്ള. അതിന് താഴത്തേക്ക് ഇങ്ങോട്ട് ബാക്കി 5 വീടുകളുണ്ട്. ഈ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർത്തിട്ടുണ്ടല്ലേ ഈ മണ്ണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്? അതെ, സംരക്ഷണ ഭിത്തി അതിനകത്ത് മണ്ണ് എടുത്ത് ഫില്ല് ചെയ്തേക്കുന്ന മണ്ണാണ്. ഈ ദേശീയപാതയ്ക്ക് വേണ്ടി എടുത്ത സംരക്ഷണ ഭിത്തി മണ്ണെടുത്തിട്ട് അതിന് ഫില്ല് ചെയ്ത മണ്ണാണ്. അതിനകത്ത് നിന്നില്ല. അത് സ്വയമായിട്ട് ആ മേളിൽ കെട്ടുതൂക്കായിട്ടാണ് ആ മണ്ണെടുത്ത് വെച്ചത്. ഈ വളവിന് തൊട്ടടുത്ത വളവിലാണ് മറ്റേ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബം 1 അംഗം മരിച്ച ഒരു വളവാണ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഈ തൊട്ടടുത്ത വളവിൽ അപ്പോൾ ഈ ഒരു മേഖല പൂർണ്ണമായിട്ടും അങ്ങനെ മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലയാണെന്ന് പല റിപ്പോർട്ടും ഉള്ളതാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാതെയാണ് ഈ ദേശീയപാത അധികൃതർ ഈ പണി നടത്തിയത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് മണ്ണെടുത്തിരുന്നു. നമ്മൾ ഈ മഴക്കാലം ആരംഭിച്ച സമയത്ത് നമ്മൾ ഒരു പ്രത്യേക വാർത്ത ചെയ്തിരുന്നു. അതായത് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അവർ പലപ്പോഴായി നമ്മളെ വിളിച്ചറിയിക്കുകയും അത് പൊതുജനം കഴുതിയല്ല സാറിന്റെ പരിപാടിയിലേക്ക് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തതാണ്. അത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയതയായിരുന്നു. കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ ഘടന അത് പല പ്രദേശങ്ങളിലും പല രീതിയിലാണ്. പെട്ടെന്ന് മണ്ണിടിയുന്ന സ്ഥലമുണ്ട്, കട്ടി കൂടിയ മണ്ണുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ പാറയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളുടെ ഒന്നും ഘടന മനസ്സിലാക്കാതെ ഈ നിർമ്മാണ കമ്പനി വ്യാപകമായിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈ 90 ഡിഗ്രി ചെരിവിൽ മണ്ണെടുക്കാൻ പാടില്ല, മാത്രമല്ല 45 ഡിഗ്രിയിലായിരിക്കണം ഈ മണ്ണെടുക്കേണ്ടത് എന്നതടക്കമുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കാതെ കിഴക്കനം തൂക്ക് എന്ന് നാടൻ ഭാഷയിൽ ഇവിടെയൊക്കെ പറയുന്നതാണ്. അങ്ങനെ ചെങ്കുത്തായ രീതിയിൽ തന്നെ 90 ഡിഗ്രിയിൽ തന്നെ മണ്ണ് അരിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു. വ്യാപകമായിട്ട് ചെറിയ തോതിലല്ല ഹൈറ്റ് ഉണ്ടാവുക, ഏകദേശം 50 മീറ്റർ ഹൈറ്റിൽ വരെ മൺതിട്ട ഉയർന്നു നിൽക്കുകയായിരുന്നു. അത് പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാകുന്നതായിരുന്നു. അത്തരം പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് മണ്ണെടുത്ത് മാറ്റുകയായിരുന്നു. മാത്രമല്ല ഈ അടിമാലിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കാരണം ഇത് ഒരു 2 വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയാണ്. 2 വാഹനങ്ങൾ കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന വഴിയായിരുന്നു. ആ വഴിയുടെ വീതി കൂട്ടിയാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും വീതി കൂട്ടേണ്ടതുണ്ട്. ഒരു വശങ്ങളിൽ കട്ടിംഗ് സൈഡാണെങ്കിൽ മറുവശം ഫില്ലിംഗ് സൈഡാണ്. അതായത് റിട്ടേണിംഗ് വാളുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ ഈ കട്ടിംഗ് സൈഡിലെ മണ്ണെടുത്ത് ഫില്ല് ചെയ്താണ് ഈ വീതി കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലെ ഫില്ലിംഗ് മണ്ണുകൂടിയുണ്ട്. ഈ സമീപ നാളുകളിൽ ഈ മണ്ണെടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തുറയ്ക്കാൻ സമയമായിട്ടില്ല.
മാത്രമല്ല വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ തള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ മണ്ണിനെ താങ്ങി നിർത്താനുള്ള ശേഷി ഇവിടെ റിട്ടേണിംഗ് വാളുകൾക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം കൂടി ഇവിടെ ഉയരുകയാണ്. ആ രീതിയിലാണ് ഈ മണ്ണ് എല്ലാം ഊർന്ന് ഈ താഴേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ റോഡ് സൈഡിന് മുകളിൽ വലിയ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് വലിയ തോതിൽ ആ മൺതിട്ട അങ്ങനെ നിൽക്കുകയാണ്. ഇനിയും മണ്ണിടയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ രീതിയിൽ തന്നെ മണ്ണിടിഞ്ഞ് ചെറിയ തോതിലെങ്കിലും അവിടെ നിന്ന് ഊർന്നിറങ്ങുന്നുണ്ട്. അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ആണ് ആളുകളെല്ലാവരും ആശങ്കയോടുകൂടി കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇന്നലെ സങ്കടകരമായ സംഭവം ഇന്നലെ നടന്നത് ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ബിജുവും ഭാര്യ സന്ധ്യയും അവർ വൈകിട്ട് 8:30 ഈ വീട്ടിലേക്ക് എത്തുന്നു. അത് ഈ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാനും അതിനുശേഷം ഭക്ഷണം കഴിച്ചു മടങ്ങാനും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ദൗർഭാഗ്യകരം ആ സമയത്താണ് വലിയ തോതിൽ ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 3 വീടുകൾക്ക് മുകളിലാണ് എന്നുള്ളതാണ് അലൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അലൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് മറ്റൊരു വീടാണ്. അതുപോലെ ഏകദേശം 7 വീടുകളോളം ഈ മണ്ണിനടിയിൽ പൂണ്ട് പോയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മണ്ണിടിയാനുള്ള സാധ്യത ഇനിയുമുണ്ട്. ഈ ദേശീയപാതയുടെ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള 2ാം റീച്ച് നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരുന്നു. മഴക്കാല സമയത്തൊക്കെ നമ്മൾ നിരന്തരം വാർത്ത കൊടുത്തിരുന്നതാണ്. ആ പ്രദേശങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു, ഗതാഗതം തടസ്സപ്പെട്ടു, മൂന്നാറിലേക്കുള്ള യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നടക്കമുള്ള വാർത്തകൾ നിരന്തരം കൊടുത്തിരുന്നതാണ്. ആ പ്രദേശമായിരുന്നു ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചൽ സാധ്യത ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷവും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വലിയ തോതിൽ മണ്ണെടുത്ത് ഈ അടിമാലി മുതൽ പള്ളിവാസൽ വരെയുള്ള ഭാഗത്തേക്ക് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ അറിയിച്ചിട്ടും നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ കമ്പനി ഈ മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ഭവിഷ്യത്ത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ടടുത്ത് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ചില മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. ഈ മണ്ണിടിഞ്ഞ് ഉടൻ തന്നെ അത് മാറ്റിയാൽ പിന്നീട് മണ്ണിടിയാൻ സാധ്യത കൂടുതലാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉള്ളതാണ്. അതൊന്നും പരിഗണിക്കാതെ ഈ പ്രദേശത്തുള്ള ആളുകളെ പരിഗണിക്കാതെ ഈ പ്രദേശത്തുള്ള വീടുകളെ പരിഗണിക്കാതെ ആ മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. ദ്രുതഗതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ള പേരിൽ അവിടെ നിന്ന് മണ്ണ് വ്യാപകമായിട്ട് എടുത്തു മാറ്റി അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു അപകടം, അങ്ങനെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനി അല്ലെങ്കിൽ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഉണ്ടാക്കി വെച്ച ഒരു ദുരന്തം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ പകൽ വെളിച്ചത്തിൽ ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്ന. ക്രിസ്റ്റിയ, രാഹുൽ വിജയനാണ് അടിമാലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തുടരുന്നത്. രാഹുൽ, നമുക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനമേറെ ആവശ്യമാണ്. പക്ഷേ അത് ശാസ്ത്രീയമായി എത്രത്തോളം ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അപകടം കൂടിയാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് അവർ പലതവണ ഇക്കാര്യങ്ങളിൽ പരാതികൾ നൽകിയിട്ടുണ്ട്, അവരുടെ ആശങ്കകളും ആവലാതികളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ഇത്തരത്തിലൊരു അപകടം വന്നാലെങ്കിലും കണ്ണു തുറക്കുമോ എന്നുള്ള കാര്യമാണ് ചോദ്യമായി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം MLA അടക്കം അവിടെ എത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടല്ലോ അല്ലേ? കൃഷ്ണ, തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഞാനൊരു പേരെടുത്തു പറയാം. നെൽജോസ് എന്നാണ് ആ പേര്. കാരണം നമ്മൾ ഈ മഴക്കാലം ആരംഭിച്ച സമയത്ത് ജൂൺ മാസത്തിൽ ഈ വാർത്ത ചെയ്തപ്പോൾ നെൽജോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. അദ്ദേഹമാണ് ഇവിടുത്തെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളെ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അശാസ്ത്രീയത ഉണ്ടെന്ന് കാണിക്കുകയും ഒക്കെ ചെയ്ത് രംഗത്തേക്ക് വന്ന് നെൽജോസ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിർമ്മാണം പൂർണ്ണമായിട്ടും അശാസ്ത്രീയമാണ്. കാരണം ഇടുക്കിയുടെ അല്ലെങ്കിൽ ഈ അടിമാലി മേഖലയിലെ മണ്ണിന്റെ ഘടന പരിശോധിച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പല്ല ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ അപകടം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അന്ന് നെൽജോസ് പറഞ്ഞിരുന്നു. അതേ സ്ഥലത്ത് നമ്മൾ അന്ന് ആ വാർത്തയെടുത്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, മണ്ണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് നാട്ടുകാർ നൽകിയ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത് മാറ്റുന്ന ഘട്ടം മുതൽ തന്നെ ആളുകൾ പറഞ്ഞിരുന്ന അതേ പ്രശ്നം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ചില സൂചനകളൊക്കെ നേരത്തെ ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ പോലെ ഈ അധികൃതർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായിരുന്നു. അന്നെങ്കിലും കൃത്യമായ രീതിയിൽ ഇതിന് സ്റ്റെപ്പ് കട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 45 ഡിഗ്രിയിൽ ഇത്
മണ്ണ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നോക്കാതെ ഈ ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആളുകളുടെ തർക്കം, മറ്റ് ഈ സ്ഥലം ഉടമകളുണ്ട്, ഈ മണ്ണ് പോകേണ്ട അല്ലെങ്കിൽ മണ്ണെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമകളൊക്കെ ഉണ്ടാകും. അവർ ചില തർക്കങ്ങൾ ഉന്നയിക്കും. ഈ സ്ഥലം ഇത്രയും എടുത്താൽ മതി, അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ സ്ഥലം പോകും എന്ന തരത്തിലുള്ള ചില വാദങ്ങളും ചില വാദഗതികളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു പോവുക, അല്ലെങ്കിൽ അതിനെ മറികടക്കുക, പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ വേറെ തർക്കത്തിലേക്ക് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നിർമ്മാണ കമ്പനി നടത്തി. അതുകൊണ്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കപ്പെടാതെ പോയത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കരുതുകയും ചെയ്യാം. എന്തായാലും അശാസ്ത്രീയത പൂർണ്ണമായിട്ടും അടിമുടി അശാസ്ത്രീയതയാണ് ഈ റോഡിന്റെ നിർമ്മാണവുമായി നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കട്ടിംഗ് സൈഡിൽ മണ്ണെടുത്തിരിക്കുന്നത് അശാസ്ത്രീയമായത് തന്നെയാണ്. അത് പല ഭാഗങ്ങളിലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സ്ഥലത്ത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോട് പൂർണ്ണമായിട്ടും പോകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആളുകൾ നിൽക്കാൻ പാടില്ല, ഇവിടെ നിൽക്കുന്ന എല്ലാ ആളുകളോടും മാറണം എന്നുള്ള നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.